Hello students, welcome back to our class. In this class, we can estimate the working capital requirements of a trading concern. നമുക്കറിയാം ട്രേഡിംഗ് കൺസേൺഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഓൺലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആർ ടേക്കൺ പ്ലേസ് ഇൻ ദ ട്രേഡിംഗ് കൺസേൺ. അപ്പോൾ ട്രേഡിംഗ് കൺസേണുകളിൽ അവർ ഗുഡ്സ് വാങ്ങുന്നു, അവരത് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിലാണ് അല്ലേ, അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് വിൽക്കുന്നു. അവിടെ നമുക്ക് പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ഇല്ല. അപ്പോൾ ട്രേഡിംഗ് കൺസേൺഡ് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ അതിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. പർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കാം, റുപ്പീസ് കോളം കൊടുക്കാം. ദെൻ നമുക്ക് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം എഴുതാം. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റീസ് ആണ്. കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റീസ്. ഫസ്റ്റ് വി ഹാവ് ടു പുട്ട് ഓൺ ദ കറന്റ് അസറ്റ്സ്. Underline that. Prepare an estimate of working capital requirements from the following information of a trading concern. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ആനുവൽ സെയിൽസ് 1 lakh യൂണിറ്റ്. ആനുവൽ സെയിൽസ് തന്നിരിക്കുന്നത് 1 lakh യൂണിറ്റ്സ് ആണ്. സെല്ലിംഗ് പ്രൈസ് 8 per യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് ₹8 ആണ്. പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. സെയിൽസിൽ നെറ്റ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് 25%. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 8 weeks. കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് 8 weeks ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെറ്റേഴ്സ് ആണ്. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 4 weeks. നമുക്ക് സപ്ലയേഴ്സ് തരുന്നത് 4 ആഴ്ചയാണ്. വീക്സിലാണ് നമുക്ക് എല്ലാം തന്നിരിക്കുന്നത്. ദെൻ ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് റിക്വയർമെന്റ്. ആവറേജ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് സെയിൽസ് പർപ്പസിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് 12 weeks ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അലൗ 10% ഫോർ കണ്ടിൻജൻസീസ്. അപ്പൊ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറന്റ് അസെറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റീസ്. സോ വി റൈറ്റ് ദ കറന്റ് അസെറ്റ്സ്. അണ്ടർലൈൻ ചെയ്തു നമ്മുടെ കറന്റ് അസെറ്റ്സ്. അപ്പൊ കറന്റ് അസെറ്റ്സിൽ ഏതൊക്കെയാ വരാം? നമ്മൾ സാധാരണ നമ്മുടെ കറന്റ് അസെറ്റ്സുകൾ ഏതാണ്? ക്യാഷ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെന്ററി, ഇതൊക്കെയാണ് നമുക്ക് ഡെറ്റേഴ്സ്. The current assets are those assets which can be converted into cash within 1 year. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറന്റ് അസറ്റ്സ്. ഇവിടെ ക്യാഷ് ഇല്ല നമുക്ക്, പകരം നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഡെറ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എത്രയാണ് നമ്മളുടെ സെയിൽസ് എന്ന് കാണണം. നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. So working note. നമുക്കറിയാം സെയിൽസ് കാണാനായിട്ട് അവരുടെ പ്രൊജക്റ്റഡ് ആനുവൽ സെയിൽസ് എത്രയാണ്? 1 lakh യൂണിറ്റ് ആണ്. 1 lakh ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 8 per യൂണിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ സെയിൽസ് എസ്റ്റിമേറ്റ്സ് എത്രയാണ്? 8 lakhs ആണ്. 8 lakhs. Then നമ്മളോട് പറയുന്നു ഇതിന്റെ 25% ആണ് നെറ്റ് പ്രോഫിറ്റ്. Net profit is equal to 25% on sales. So, sales is equal to 8 lakh into 25%. So, net profit is equal to 8 lakh into 25%. That is 2 lakhs. So, we can calculate cost of sales. How we can calculate cost of sales? That is sales minus profit. Sales minus profit. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് എലമെന്റ് നീക്കുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് കിട്ടുക. അപ്പൊ സെയിൽസ് നമുക്കറിയാം 8 lakhs മൈനസ് പ്രോഫിറ്റ് 2 lakhs. So cost of sales is equal to 6 lakhs. Cost of sales is equal to 6 lakhs.
അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് സെയിൽസിന്മേലാണ് നമ്മളുടെ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുക. കാരണം വെച്ചാൽ ഇത് ട്രേഡിംഗ് ഫേം ആണ് അല്ലെ. ട്രേഡിംഗ് ഫേം ആകുമ്പോൾ നമ്മൾ വാങ്ങുന്നത് റീസെയിലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ് നമ്മളുടെ പർച്ചേസ് കോസ്റ്റും. കാരണം നമ്മൾ വാങ്ങുന്നു, റീസെയിൽ ചെയ്യുന്നു, ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട്. അപ്പൊ അതിന്റെ ബേസിൽ വേണം നമ്മളുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ. അപ്പൊ നമുക്കറിയാം ഇവിടെ കറണ്ട് അസറ്റ്സിൽ രണ്ട് അസറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ, ഡെറ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക്. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ ഡെറ്റേഴ്സ്. ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? എത്രയാണ് ഡെറ്റേഴ്സിന്റെ കോസ്റ്റ്? കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 6 lakhs ആണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 6 lakhs ആണ്. ഇതിൽ ഡെറ്റേഴ്സ് ഏതാണ്? 4th one അല്ലെ. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതാണ്, ദാറ്റ് ഈസ് ഡെറ്റേഴ്സ്. 8 weeks ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 6 lakhs into 8/52 വീക്സ് ഇൻ എ ഇയർ 52. അതുകൊണ്ടാണ് 52 എടുത്തത്. ഒരു വർഷത്തിൽ 52 വീക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 6 lakhs into 8/52 അതാണ് നമ്മളുടെ ഡെറ്റേഴ്സ്. 4 മാസം, സോറി 8 ആഴ്ച, ദാറ്റ് മീൻസ് 2 months, 8 weeks or 2 months ആണ് നമ്മൾ ഡെറ്റേഴ്സിന് പേയ്മെന്റ് നടത്താനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഡെറ്റേഴ്സ് എമൗണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് കാണാം. ദെൻ ഡെറ്റേഴ്സ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 92,308. 92,308. Then നമുക്ക് അടുത്തത് പറയുന്നത് ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലയേഴ്സ്. നമുക്ക് കിട്ടുന്നതാണ്, അത് ലൈബിലിറ്റി ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലെ. അടുത്ത് വരുന്നത് ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ് ആണ് വരുന്നത്. ദെൻ ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ്, അപ്പൊ നമുക്ക് സ്റ്റോക്ക് എഴുതി വെക്കാം. സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 6 lakhs തന്നെയാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് 6 lakhs ഇൻറ്റു എത്ര പീരീഡ് ആണ് നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്? 12 weeks ആണ് അല്ലെ. 12 divided by 52 weeks in a year. 12 divided by 52 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1,38,462. ഇതാണ് സ്റ്റോക്ക് വരുന്നത്. അപ്പൊ ആകെ 2 കറണ്ട് അസറ്റ്സേ വരുന്നുള്ളൂ, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വരുന്നത് 2,30,770. 2,30,770. ഇതാണ് നമ്മളുടെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് വരുന്നത്. ദെൻ കറണ്ട് അസറ്റ്സിൽ നിന്ന് ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. സോ വി ക്യാൻ പ്രൊവൈഡ് കറണ്ട് ലൈബിലിറ്റീസ്. ഇവിടെ നമുക്ക് ആകെ ഒരു കറണ്ട് ലൈബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ അല്ലെ, ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റ് പീരീഡ് അലൗഡ് ബൈ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് നമുക്ക് തരുന്നത് 4 ആഴ്ചയിലത്തെ ക്രെഡിറ്റ് പീരീഡ് 4 ആഴ്ച. അത് 1 monthനുള്ളിൽ പേയ്മെന്റ് നടത്തണം എന്നാണ് സപ്ലയർ പറയുന്നത്. 4 weeksനുള്ളിൽ പേയ്മെന്റ് നടത്തണം. വീണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 6 lakhs into 4/52. 4/52. Then 46,154. 46,154. Then current assets ആണ് 2,30,770 less current liability 46,154. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1,84,616. 1,84,616. Then ഈ പ്രോബ്ലത്തില് 10% ഫോർ കണ്ടിൻജൻസീസ്, ഫ്യൂച്ചറിൽ വരുന്ന കണ്ടിൻജൻസീസിന്, അൺസർട്ടൈൻ ഇവന്റിന് ഒരു 10% നമ്മളോട് മാറ്റി വെക്കാൻ പറയുന്നു. അപ്പൊ ആ 10% കൂടി നമുക്ക് മാറ്റി വെക്കണം. ആഡ്, അതും കൂടി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ആഡ് 10% ഫോർ കണ്ടിൻജൻസീസ്. ഇപ്പൊ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ 10% കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ ഈ 1,84,616ന്റെ 10%, that is 18,462. 18,462. Then ഇതും കൂടി ആഡ് ചെയ്യാം നമുക്ക്. 2,30,770
3,078. 2,03,078. ഇതാണ് നമ്മളുടെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ 10%. അപ്പൊ ആദ്യം തൊട്ട് നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഫസ്റ്റ് we have to put on the current assets. Current assets consist here only the debtors and stock. Debtors 8 weeks, stock 12 weeks. So it will be calculated on cost of sales. Then total the current assets. Then we have only one current liability, that is creditors or suppliers. Suppliers allowed the credit 1 month. So we can calculate 6 lakhs into 4 by 52. So current assets minus current liabilities, we will get net working capital. Allow 10% on net working capital as contingency. Then provided 10% for contingency, then we can add 2,03,078. This is the total working capital required for the firm.